ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ടയർ 4 മാറ്റി കഴിഞ്ഞുള്ള ഫൈനൽ ലുക്ക് ഇതാട്ടോ. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പം ഗൈസ്, അപ്പോൾ നമ്മൾ ഫുള്ള് ടയർ, ബാക്കിയുള്ള 3 ടയറും കൂടെ കയറ്റി നമ്മൾ പോകുകയാണ് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാൾ മുമ്പേ നമ്മളൊരു ടയറിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് വാങ്ങിയ ഒരു 10J ഡിസ്ക്കും ഒരു ടയറും കൂടെ. അപ്പം അത് നമ്മൾ നമ്മുടെ ഈ വണ്ടിക്ക് സെറ്റാക്കാൻ വേണ്ടിയാണ്, എൻ്റെ ഫ്രണ്ടിന് ഈ വണ്ടിക്ക് സെറ്റാക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് വാങ്ങിയിരുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മളത് വാങ്ങിയ സമയത്ത് നമ്മൾ അതിൻ്റെ PCD കറക്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് മണ്ടത്തരം വരികയും നമ്മുടെ ജീപ്പിനത് സ്യൂട്ട് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ പരിപാടി നോക്കി വിൽക്കാനൊക്കെ നോക്കിയപ്പോൾ ആവശ്യക്കാരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടും കളിപ്പിച്ച് നമ്മൾ ഈ ടയർ സ്റ്റോക്ക് ഡിസ്കിൽ തന്നെ നമ്മൾ സെറ്റാക്കാൻ പോവാണ്. സംഭവം സക്സസ് ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പോയി ഒരു ടയറിൽ മാത്രം സെറ്റ് ചെയ്തു. ഒരു ടയർ മാത്രം വണ്ടിയിലിട്ട് ഒരു ടയർ മാത്രം സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പം അത് സക്സസ്ഫുള്ളായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പം സൈലൻസർ കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആ സൈഡ് മാത്രം ടയർ ഇട്ട് നോക്കിയപ്പോൾ സൈലൻസർ തട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൈലൻസർ കട്ടാക്കുകയാണ്. ഓട്ടറിൻ്റെ സൈസ് ഇവിടെ ഒരു സൈസ് ഇത് കണ്ടോ, ഇത് തിരിച്ചു കാണും. 305/70/16 305. നമ്മുടെ ജീപ്പിനകത്ത് ഇട്ടേക്കുന്ന 235 കഴിഞ്ഞ് 255 കഴിഞ്ഞ് 235 നമ്മൾ സ്റ്റോക്ക് ഡിസ്കിൽ സെറ്റാക്കുന്നത്. ഇത് സക്സസ് ആട്ടോ സംഭവം. പക്ഷേ ട്യൂബ് ജീപ്പിൻ്റെ ട്യൂബിൽ നടക്കൂല. പിക്കപ്പിൻ്റെ സൈസുള്ള 16 ഇഞ്ചിൽ സൂട്ടാവുന്ന വലിയ ട്യൂബ് ഇടണം. ട്യൂബ് ഇട്ടിട്ട് നമ്മൾ ഈ ഡിസ്കിൽ സെറ്റാവും. അപ്പോൾ നമ്മൾ ഫുള്ള് ടയർ, ബാക്കിയുള്ള 3 ടയറും കൂടെ കയറ്റി നമ്മൾ പോകുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ മാലക്കലെത്തി ഗൈസ്. അടുത്ത 3 ടയർ മാറ്റാൻ പോകുന്നു. സെറ്റാവല്ലേ? സന്തോഷം കണ്ടല്ലേ ഇതിൻ്റെ ഫൈനടയ്ക്കുമ്പോൾ സന്തോഷം ഉണ്ടാവണം കേട്ടോ ഗൈസ്. ഇതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത ടയർ. അപ്പോൾ അതിൻ്റെ എയർ ലീക്കേജും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ടയറിൻ്റെ മൊത്തത്തിലുള്ള വീതി. ഫസ്റ്റ് കാണുന്നത് 10J ഡിസ്കിൽ കിടക്കുന്നു, അപ്പുറത്ത് കാണുന്നത് സ്റ്റോക്ക് ഡിസ്കിൽ കിടക്കുന്നു. വലിയ വ്യത്യാസം ഉണ്ടോയെന്ന് വെച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആ സൈഡ് ഭാഗത്തു നിന്ന് കുറച്ചിങ്ങനെ ഉരുണ്ടിരിക്കുന്ന ഷേപ്പ് സ്റ്റോക്ക് ഡിസ്കിൽ കിട്ടുന്നില്ല. അതുമാത്രമുള്ള വ്യത്യാസം. ബാക്കിയൊക്കെ സെയിം ഹൈറ്റും സെയിം വീതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇത് മാലക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, നമ്മുടെ നാട്ടിൽ നിന്ന് പാണത്തൂരിൽ നിന്ന് കുറച്ച് മാറി മാലക്കൽ എന്ന് പറഞ്ഞൊരു ടയർ ഷോപ്പാണ്. നമ്മുടെ വണ്ടിയുടെ ടയറൊക്കെ മരുന്ന് ഇവിടെ നിന്നാണ്. ഇവിടുത്തെ ചേട്ടന്മാർ നമ്മളോട് നല്ല അടിപൊളി കമ്പനിയാണ്. ഇത്രയും റിസ്ക് ഉള്ള സംഭവം, നല്ല റിസ്ക്കാണ്. സ്റ്റോക്ക് ഡിസ്കിൽ 305 സൈസുള്ള ടയർ കയറ്റുക എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുള്ള പണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഇരുന്നത്. നമ്മുടെ 235 സൈസ് നമ്മുടെ ജീപ്പിൻ്റെ സ്റ്റോക്ക് ഡിസ്കിൽ കയറ്റി തന്നത് ഈ ചേട്ടന്മാരാണ്. കഷ്ടപ്പാടുണ്ടെന്ന് അറിഞ്ഞിട്ട് ആ ചേട്ടന്മാർ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞു. അത് തന്നെയാണ് നമുക്കത് സംബന്ധിച്ചാണ് നമ്മളെ വലിയൊരു കാര്യം. മാറ്റി കഴിഞ്ഞുള്ള ഫൈനൽ ലുക്ക് ഇതാട്ടോ. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പം അടിപൊളി ലുക്കാണ്, കിടിലൻ മാരക ലുക്ക്. പക്ഷേ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ സാധാ സ്റ്റോക്ക് ഡിസ്ക്. പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, അല്ലേ? എങ്ങനെ ഉണ്ട്, എന്ത് തോന്നുന്നു? ഇനി ലവിത്തിൻ്റെ RTയുടെ കയ്യിൽ ഭദ്രം. ഇല്ലടാ, പുറത്തില്ല. ഇതാ ഫ്രണ്ട് നോക്കുമ്പോഴും ഇങ്ങനെ നോക്കണം കേട്ടോ. വേണ്ട, കറക്റ്റ് വീലാർച്ചിൻ്റെ ഉള്ളിലാണ്. കറക്റ്റ് വീലാർച്ചിനുള്ളിൽ ബേക്ക് പിന്നെ കാണുന്നേ ഇല്ല. അതാണ് സ്റ്റോക്ക് ഡിസ്കിൽ തന്നെ ഇടുമ്പോഴുള്ള ഗുണം. ഇനിയിപ്പോൾ ഒരു ഡിസ്കിന് ഒരു പെയിൻറ്റിങ് കൂടെ അടിച്ചാൽ സെറ്റാവും. ഇപ്പോൾ മറ്റേ പഞ്ചാബിൽ നിന്നൊക്കെ വരുന്ന വണ്ടി പോലില്ലേ, അല്ലേ? സ്നോർക്കലും ട്രാക്ടറിൻ്റെ സൈലൻസർ പോലെ ഒരു സ്നോർക്കലും. ബേക്ക് മാത്രം ഞങ്ങൾ സ്പേസർ പോലെ ഒരു 1/2 ഇഞ്ചിൻ്റെ വാഷർ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ ഡ്രമ്മിൻ്റെയും ഡിസ്കിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചെറിയ നല്ലൊരു ഗ്യാപ്പ് കിട്ടി, അല്ലെങ്കിൽ ഇവിടെ തട്ടിയാനെ. ഇപ്പം ഈ ഒരു 2-3 വിരൽ പോകുന്ന ഈ 3 വിരലിൻ്റെ ഒരു 2-2.5 വിരലിൻ്റെ ഗ്യാപ്പ് ഇവിടെ നമുക്കുണ്ട്. ആ വാഷറും കൂടെ ഇട്ടപ്പോഴേക്കും തള്ളി. അപ്പോൾ വാഷർ ഇടുമ്പോൾ ഇവിടെ കുറച്ച് ഇത് കുറഞ്ഞു, അല്ല ഇത് കുറച്ച് ബാക്കി പുറത്തോട്ട് വരുമായിരുന്നു. ഈ ഒരു കനത്തിൽ വാഷർ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു, 2 വാഷർ. അപ്പോൾ അതുകൊണ്ട് തട്ടുന്നില്ല, അല്ലെങ്കിൽ തട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഇത്രയും ഗ്യാപ്പുണ്ട്. ഇത് വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടെ കുറയും. പിന്നെ ആക്ഷനൊക്കെ വരുമ്പോൾ എന്തായാലും തട്ടാതിരിക്കുകയൊന്നുമില്ല. എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇട്ടത്. ഇപ്പോൾ 255 സൈസ് ഇട്ടിട്ട് നമ്മുടെ വണ്ടിയുടെ തന്നെ തട്ടുന്നുണ്ട്. അപ്പോൾ ഇത് 305 ഇടുമ്പോഴേക്ക് എന്തായാലും തട്ടും, സ്വാഭാവികം. പിന്നെ സ്വന്തം വെൽഡിങ് ഷോപ്പും സ്വന്തം സ്റ്റീലൊക്കെ ഉള്ളതുകൊണ്ട് പണിയാലോ.
ഗൈസ് അല്ലെങ്കിൽ ഇപ്പം മറ്റേ ബക്കറ്റ് സീറ്റൊക്കെ വെച്ച് വണ്ടിക്ക് ഹൈറ്റാണ്. അപ്പം അതിൻ്റെ കൂടെ ഈ വലിയ ടയറും കൂടെ ഇട്ടപ്പോൾ ഉണ്ടല്ലോ വണ്ടിയിൽ കയറാൻ ഭയങ്കര പാട്. എന്തായാലും അടിപൊളിയാട്ടോ. ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നോക്കുമ്പോൾ മാത്രമേ വലിയ വലിപ്പം തോന്നുള്ളൂ. ബാക്കിൽ നിന്നും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വലിയ വലിപ്പം തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ RTOയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഓൾറെഡി ടൈറ്റാണ്, അല്ലാതെ ടയർ ഇട്ടതിൻ്റെ ബുദ്ധിമുട്ടല്ല. നമ്മളടപെടൽ മൂഞ്ചിരിക്കുന്നു ഗായ്സ്. ഇത്രയും നേരം ഓടിച്ച് വന്നിട്ടിപ്പോൾ ഒരു വളവ് കട്ടാക്കണമെങ്കിൽ 2 വട്ടം കട്ടാക്കണം. ഇതാ സെറ്റാക്കിപ്പോഴേ വരയാൻ തുടങ്ങി. ചെറിയൊരര എന്താ ഇതിൻ്റെ ഇവിടെ കണ്ടോ വരഞ്ഞ്. ഇതിൻ്റെ അടിയില്ല കേട്ടാ. ഇവിടെ ബേക്ക് തട്ടുന്നില്ലടാ. ബേക്ക് സീനില്ല, ഫ്രണ്ട് സീനുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ നമ്മൾ ഇത് ഇട്ടില്ല, വാഷർ ഇട്ടില്ല. കാരണം വാഷർ തീർന്നായിരുന്നു, അതുകൊണ്ട് ഇത് ഇട്ടില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.